ഹായ് ഓൾ, വെൽക്കം ടു PK ലേണിങ്സ്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു PYQ ഡിസ്കഷനാണ്. അപ്പം 2017 നടന്ന ഒരു ഡയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള സുവോളജി ക്വസ്റ്റ്യൻസ് മാത്രം, അതിൻ്റെ ഓപ്ഷൻസും കൂടെ ഡിസ്കസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ 064/2017. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ സുവോളജിയുടെ മാത്രം ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കെമിക്കൽ സബ്സ്റ്റൻസ് യൂസ്ഡ് ഫോർ റിലീവിങ് പെയിൻ. ഓക്കെ, അതായത് നമുക്ക് പെയിൻ ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ വേദന സംഹാരിയായിട്ട്, വേദന കുറയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻറ്റിസെപ്റ്റിക് ഉണ്ട് ഓപ്ഷൻ, ട്രാൻക്യുലൈസർ ഉണ്ട്, ആൻറ്റിബയോട്ടിക് ഉണ്ട്, അനാൾജസിക്സ് ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഓക്കെ, ആൻറ്റിസെപ്റ്റിക് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ആൻറ്റിസെപ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ മൈക്രോബ്സിനെയൊക്കെ കില്ല് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മുടെ ഡെറ്റോൾ പോലത്തെ അല്ലെങ്കിൽ സാവ്ലോൺ പോലത്തെയൊക്കെ എന്താണ് ആൻറ്റിസെപ്റ്റിക് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ട്രാൻക്യുലൈസർ എന്ന് വെച്ചാൽ എന്താണ്? ട്രാൻക്യുലൈസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാംനെസ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് സ്ട്രെസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ കുറച്ച് അഗ്രസീവ് ബിഹേവിയർ ഉള്ളവർക്ക് ഒന്ന് കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ട്രാൻക്യുലൈസർ എന്ന് പറയുന്നത്. ഒരു സെഡേറ്റീവ് ഇഫക്റ്റ് ഉള്ള സാധനമാണ് ട്രാൻക്യുലൈസർ എന്ന് പറയുന്നത്. ഇനി ആൻറ്റിബയോട്ടിക്സ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, കോമൺ ആയിട്ട് അറിയാം എന്താണ് ആൻറ്റിബയോട്ടിക്സ്. ആൻറ്റിബയോട്ടിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ബാക്ടീരിയയുടെ ഗ്രോത്തിനെ സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഗ്രോത്തിനെ കുറയ്ക്കാനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്, അല്ലേ? ഇനി അനാൾജസിക് എന്ന് വെച്ചാൽ എന്താണ്? അനാൾജസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമുക്ക് പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് നമ്മുടെ അനാൾജസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ കോമൺ ആയിട്ട് നമുക്ക് ഏത് പറയാൻ പറ്റും? പാരസെറ്റമോൾ, അല്ലേ? പാരസെറ്റമോൾ എന്ന് പറയുന്നത് എന്താണ്? കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു അനാൾജസിക് ആണ്. അപ്പോൾ ആൻറ്റിസെപ്റ്റിക് എന്ന് വെച്ചാൽ എന്താണ്? മൈക്രോബ്സിനെ കില്ല് ചെയ്യുന്നതാണ്. ട്രാൻക്യുലൈസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാംനെസ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആൻറ്റിബയോട്ടിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗെയിൻസ്റ്റ് ബാക്ടീരിയക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് അതിൻ്റെ ഗ്രോത്തിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, അനാൾജസിക്സ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് പ്രഗ്നൻസി ഹോർമോൺ? അല്ലേ, പ്രഗ്നൻസി ഹോർമോൺ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു പ്രഗ്നൻസി ത്രൂ ഔട്ട് അല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഹോർമോൺ, അല്ലേ? അത് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈസ്ട്രജൻ, ടെസ്റ്റോസ്റ്റിറോൺ, ആൽഡോസ്റ്റിറോൺ ആൻഡ് പ്രൊജസ്ട്രോൺ, അല്ലേ? ഈസ്ട്രജൻ ഉണ്ട്, ടെസ്റ്റോസ്റ്റിറോൺ, ആൽഡോസ്റ്റിറോൺ ആൻഡ് പ്രൊജസ്ട്രോൺ. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? പ്രഗ്നൻസി ഹോർമോൺ എന്ന് പറയുന്നത് എന്താണ്? പ്രൊജസ്ട്രോൺ ആണ്, അല്ലേ? ഓപ്ഷൻ ഡി ആണ്, പ്രൊജസ്ട്രോൺ ആണ് പ്രഗ്നൻസി ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊജസ്ട്രോൺ ആണ് നമ്മുടെ ഈ ഒരു പ്രഗ്നൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും അതുപോലെ യൂട്രസിൻ്റെ ലൈനിങ്, യൂട്രസിൻ്റെ ലൈനിങ്ങിനെയൊക്കെ എന്ത് ചെയ്യുന്നു? സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു പ്രൊജസ്ട്രോൺ ആണ്. ഓക്കെ, ഈസ്ട്രജൻ എന്ന് പറയുന്നത് എന്താണ്? ഈസ്ട്രജൻ എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ സെക്സ് ഹോർമോണാണ്. ഫീമെയിൽ സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ഈ ഒരു ഈസ്ട്രജൻ ആണ്, അല്ലേ? അപ്പം നമ്മൾ ഇപ്പം കുറച്ച് ട്രാൻസ് ആയിട്ടുള്ള ആളുകളെ കാണാൻ പറ്റും, അല്ലേ? ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള, അപ്പോൾ അവരിലൊക്കെ എന്താണ് ഈ ഒരു സ്ത്രൈണ സ്വഭാവത്തിന് കുറച്ച് കാരണമായിട്ടുള്ളത് ഈ ഈസ്ട്രജൻ്റെ അളവ് കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, മെയിനായിട്ടുള്ള മെയിൽ സെക്സ് ഹോർമോണാണ്, അല്ലേ? മെയിൽ സെക്സ് ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. ഇനി ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത് എന്താണ്? ആൽഡോസ്റ്റിറോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ, അല്ലെ, നമ്മുടെ അഡ്രീനൽ കോർട്ടക്സിൽ നിന്ന് റിലീസ് ചെയ്യുന്നതാണ്. കിഡ്നിയുടെ മുകളിലുള്ളതാണ് അഡ്രീനൽ ഗ്ലാൻഡ്സ്, അവിടെ നിന്ന് റിലീസ് ചെയ്യണ ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ. ഇത് നമ്മുടെ ബോഡിയിലുള്ള ഫ്ലൂയിഡ് ആൻഡ് സോൾട്ടിൻ്റെ ഒക്കെ ബാലൻസിനെ, ഫ്ലൂയിഡിൻ്റെയും സോൾട്ടിൻ്റെ ഒരു ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഏത്? നമ്മുടെ ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈസ്ട്രജൻ എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ഫോർ ഫീമെയിൽ സെക്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ടെസ്റ്റോസ്റ്റിറോൺ മെയിൽ സെക്ഷൽ ഹോർമോൺ ആണ്. ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത് മെയിൻറ്റെയിൻസ് ഫ്ലൂയിഡ് ആൻഡ് സോൾട്ട് ഇംബാലൻസ് ആണ്. ആൻഡ് പ്രൊജസ്ട്രോൺ ആണ് ഏത്? നമ്മുടെ പ്രഗ്നൻസി ഹോർമോൺ ആണെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ടൈഫോയിഡ് ഈസ് കോസ്ഡ് ബൈ ദ ബാക്ടീരിയം, അല്ലെ? ടൈഫോയിഡ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാൽമോണല്ല ഉണ്ട്, ഷിഗല്ല ഉണ്ട്, ക്ലബ്സിയല്ല ഉണ്ട്, ക്ലോസ്ട്രീഡിയം ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ ആയിട്ട് വരിക? നമുക്കറിയാം, ഓപ്ഷൻ സാൽമോണല്ല, അല്ലെ? സാൽമോണല്ല ടൈഫി എന്നല്ലേ പറയുന്നത്. സാൽമോണല്ല ടൈഫി എന്ന് പറയുന്നതാണ് നമ്മുടെ ടൈഫോയിഡ് ഉണ്ടാക്കുന്ന ബാക്ടീരിയം. ഓക്കെ, അപ്പോൾ ഷിഗല്ല ഉണ്ടാക്കുന്ന എന്താണ്? ഷിഗല്ല ഉണ്ടാക്കുന്നതാണ് ഡിസെൻട്രി എന്ന് പറയും കേട്ടോ. ഡിസെൻട്രി എന്ന് പറയുന്നതാണ് ഷിഗല്ല ഉണ്ടാക്കുന്നത്. ഡിസെൻട്രി കുറച്ചും കൂടെ ഒരു ബ്ലഡ് കലർന്നിട്ടുള്ള സ്റ്റൂളൊക്കെ ആയിരിക്കും പോവുക ഡിസെൻട്രിക്കകത്ത്. ഓക്കെ, ഇനി ക്ലബ്സിയല്ല ഉണ്ടാക്കുന്ന എന്താണ്? ക്ലബ്സിയല്ല ഉണ്ടാക്കുന്നതാണ്
ന്യൂമോണിയ ഉണ്ടാക്കുന്നത് ആരാണ്? ക്ലബ്സിയല്ല ന്യൂമോണിയ എന്ന് പറയില്ലേ? ഓക്കെ. ഇനി ക്ലോസ്ട്രീഡിയം എന്താണ്? നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലേ, ക്യാൻഡ് ഫുഡ്സ് മൂലം ഉണ്ടാകുന്ന ഫുഡ് പോയ്സണിങ് അല്ലെ, ഫുഡ് പോയ്സണിങ്ങിന് കാരണമാകുന്നതാണ് ഇത് ക്ലോസ്ട്രീഡിയം എന്ന് പറയുന്നത് അല്ലെ. ക്ലോസ്ട്രീഡിയം ഉണ്ടാക്കുന്ന ഫുഡ് പോയ്സണിങ്ങിന്റെ പേരാണ് എന്ത്? ബോട്ടുലിസം എന്ന് പറയും കേട്ടോ, ബോട്ടുലിസം എന്ന് പറയും. ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ നമ്മുടെ ടൈഫോയിഡ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഏതാണ്? സാൽമോണല്ല. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്, സാൽമോണല്ലയാണ്. ഓക്കെ. ഷിഗല്ല ഉണ്ടാക്കുന്നത് ഡിസെൻട്രി ആണ്, ക്ലബ്സിയല്ല ഉണ്ടാക്കുന്നത് ന്യൂമോണിയ ആണ്, ആൻഡ് ക്ലോസ്ട്രീഡിയം ഉണ്ടാക്കുന്നത് ബോട്ടിലിസം ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ 2 cerebral hemispheres of brain in mammals are connected by അല്ലെ. നമുക്കറിയാം നമ്മുടെ ഈ ബ്രെയിനകത്ത് എന്തുണ്ട്? 2 ഹെമിസ്ഫിയേഴ്സ് ഉണ്ട് അല്ലേ. ഒരു റൈറ്റ് പാർട്ടും ഉണ്ട്, ഒരു ലെഫ്റ്റ് പാർട്ടും ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് പാർട്ടാണ് റൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്, റൈറ്റ് പാർട്ടാണ് ലെഫ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പം ഈ 2 ഹെമിസ്ഫിയർ അല്ലേ, നമ്മൾ ബ്രെയിൻ്റെ ഒരു ഇമേജ് എടുത്ത് നോക്കിയാൽ എങ്ങനെ അറിയാം? 2 പാതി പോലെ ഇരിക്കില്ലേ. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് അല്ലേ, കണക്ട് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ അസോസിയേഷൻ ഏരിയ, കോർപ്പസ് കലോസം, തലാമസ്, മെഡില്ല. ഏതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്? ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇത് കോർപ്പസ് കലോസമാണ് ഏത്? 2 ഹെമിസ്ഫിയേഴ്സ് ഓഫ് ബ്രെയിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് കോർപ്പസ് കലോസമാണ്. അപ്പോൾ അസോസിയേഷൻ ഏരിയാസ് എന്ന് പറയുന്നത് എന്താണ്? അസോസിയേഷൻ ഏരിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ തിങ്കിങ് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കുക അല്ലെ, ഇൻ്റർപ്രിട്ടേഷൻ. അത് ഒരു കാര്യം കാണുമ്പോഴത്തേക്ക് ഇന്നതാണ് അല്ലെ, 2 വളഞ്ഞ സാധനം കിടക്കുന്നു, ഒന്നൊരു കയറാണെന്നും മറ്റേതൊരു പാമ്പാണെന്നും നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നു അല്ലെ. അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അസോസിയേഷൻ ഏരിയാസ്. ഇനി ഈ തലാമസ് എന്ന് പറയുന്നത് എന്താണ്? തലാമസിന് നമ്മൾ പറയുന്ന വേറൊരു കാര്യം എന്താണ്? റിലേ സെന്റർ അല്ലെ. റിലേ സെന്റർ എന്ന് പറയുന്നത് എന്താണ്? തലാമസ് ആണ് നമ്മുടെ ബ്രെയിൻ്റെ റിലേ സെന്റർ എന്ന് പറയുന്നത് ഈ ഒരു തലാമസ് ആണ്. ഓക്കെ. ഈ അതുപോലെ മെഡില്ല എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബോഡിയിലുള്ള ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് അല്ലേ. ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നു അല്ലേ. നമ്മൾ വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്ന കാര്യമാണോ? ഇന്ന് കുറച്ച് നേരം ബ്രീത്ത് ചെയ്യേണ്ട അങ്ങനെ നമ്മൾ വിചാരിക്കുമോ? ഇല്ല അല്ലേ. അപ്പം ബ്രീത്ത് ചെയ്യുക, അതിലൊക്കെ ഹാർട്ട് ബീറ്റ്, എൻ്റെ ഹാർട്ട് ബീറ്റ് നിൽക്കട്ടെ എന്ന് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് നിർത്താൻ പറ്റുമോ? ഇല്ല. അത് ഇൻവോളണ്ടറി ആയിട്ട് നമ്മൾ വിചാരിക്കാതെ സ്വന്തമായിട്ട് നടക്കുന്ന കാര്യമാണ്. ഇങ്ങനത്തെ ഇൻവോളണ്ടറി ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന പാർട്ടാണ് ഏത്? മെഡുല്ല എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്മുടെ ഈ ഒരു തലാമസിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ്? തലാമസ് ആണ് നമ്മുടെ ഇപ്പോൾ ഉറക്കം അല്ലേ, നമ്മളിപ്പം ഉറങ്ങുക എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ അലേർട്ടായിട്ടിരിക്കുക അല്ലേ, എനർജറ്റിക് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ അലേർട്ടായിട്ടിരിക്കുക എന്നുള്ള, വിജിലൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത്, ഇതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു തലാമസ് ആണ്. അതിന് അതുകൊണ്ടാണ് റിലേ സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം 2 ഹെമിസ്ഫിയേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പാർട്ടാണ് കോർപ്പസ് കലോസം എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, the polymerase chain reaction is helping for the synthesis of multiple copies of അല്ലേ. അതായത് നമ്മുടെ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഏതാണ്? PCR അല്ലെ. PCR എന്നുള്ളൊരു പേര് നിങ്ങൾ കേട്ടിട്ടില്ലേ? എപ്പോഴാണ്? നമ്മുടെ കോവിഡ് വന്ന സമയത്ത് കോവിഡ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേട്ടിട്ടുള്ളതാണ് ഏത്? RT-PCR അല്ലെ. RT-PCR എന്ന് വെച്ചാൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ, ഈ പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതൊരു ചെയിൻ റിയാക്ഷൻ ആണ്. അതായത് എന്തോ ഒരു സാധനത്തിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കുന്നു അല്ലേ, മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കുന്നു. ഇതിനെ നമ്മൾ മോളിക്കുലാർ ഫോട്ടോ കോപ്പിയിങ് എന്നൊക്കെ പറയും കേട്ടോ. അതായത് ഈ പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷന് നമുക്ക് മോളിക്കുലാർ ഫോട്ടോ കോപ്പിയിങ് എന്നൊക്കെ പറയാനായിട്ട് പറ്റും. അങ്ങനെ ഒരു പേരൊക്കെ അതിന് പറയലുണ്ട്. ഓക്കെ. അപ്പോൾ അവിടെ എന്താണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? എന്തിൻ്റെ യൂണിറ്റ്സ് ആണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, ഓക്സാലോ അസറ്റിക് ആസിഡ്, പാൽമിറ്റിക് ആസിഡ്, റൈബോ ന്യൂക്ലിക് ആസിഡ്. ഏതാണ്? ഇവിടെ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. എന്താണ്? നമുക്ക് സിമ്പിൾ ആയിട്ട് DNA എന്ന് പറയാം അല്ലെ. DNAയുടെ മൾട്ടിപ്പിൾ കോപ്പീസ് ആണ് നമ്മുടെ ഈ ഒരു പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷനകത്ത് എന്ത് ചെയ്യുന്നു? അത് പോളിമേഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോപ്പീസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് വളരെ കുറഞ്ഞ അളവിൽ ഒരു സാമ്പിൾ കിട്ടി അല്ലേ, നമുക്ക് പക്ഷേ അത് വെച്ചിട്ട് ഒരു സ്റ്റഡി നടത്തണം. പക്ഷേ ഈ കുറഞ്ഞ സാമ്പിൾ കൊണ്ട് നമുക്ക് ആ സ്റ്റഡി നടത്തത്തില്ല, അതിന് കൂടുതൽ സാമ്പിൾ ക്വാണ്ടിറ്റി ആവശ്യമായിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ ഉപയോഗിക്കാൻ പറ്റും. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കാനായിട്ട് പറ്റും അല്ലേ. നമുക്കപ്പോൾ കൂടുതൽ സാമ്പിൾ കിട്ടും അത് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ ബയോകെമിസ്ട്രിക്ക് ഉള്ള സ്റ്റഡീസിനൊക്കെ വേണ്ടിയിട്ടാണ്, റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ഒരു പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ ഉണ്ടാക്കലുണ്ട്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് അല്ലേ. ഓക്സാലോ അസറ്റിക് ആസിഡ് എന്താണ്?
ഓക്സാലോ അസറ്റിക് ആസിഡ് നമ്മുടെ സെല്ലിനകത്തുള്ള മൈറ്റോകോൺട്രിയ എന്നൊക്കെ പറയത്തില്ലേ, മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന പവർ ഹൗസ് ആണ്. നമ്മുടെ സെല്ലിനകത്ത് എനർജി പ്രൊഡക്ഷൻ നടക്കുന്നതാണ് അല്ലേ, ATP സിന്തസിസ് നടക്കുന്നതാണ്. അപ്പം അതിനകത്ത് നടക്കുന്ന ഈ സിട്രിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ ക്രബ്സ് സൈക്കിളിൻ്റെയൊക്കെ പാർട്ടായിട്ട് വരുന്ന, അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് ആസിഡാണ് ഈ ഒരു ഓക്സാലോ അസറ്റിക് ആസിഡ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. ക്രബ്സ് സൈക്കിളിനകത്ത് വരുന്ന ഒരു ഓർഗാനിക് ആസിഡാണ് ഓക്സാലോ അസറ്റിക് ആസിഡ്. ഓർഗാനിക് ആസിഡ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ മറ്റേ കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതാണ് ഓർഗാനിക് ആസിഡ്സ് എന്ന് പറയുന്നത്. മറ്റേത് മിനറൽ ആസിഡ്സ്. ഓക്കെ, ഇനി പാൽമെറ്റിക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നുമില്ല, സാധാരണ ഒരു നോർമൽ ഒരു ഫാറ്റി ആസിഡാണ് പാൽമെറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. റൈബോന്യൂക്ലിക് ആസിഡ് അറിയാമല്ലോ, RNA എന്ന് പറയും. എന്താണ്? നമ്മുടെ പ്രോട്ടീൻ സിന്തസിനകത്തൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള അല്ലേ, അതാണ് നമ്മുടെ ഈ ഒരു റൈബോന്യൂക്ലിക് ആസിഡ്. ഇത് നമ്മുടെ PCR-നകത്ത് വരുന്ന കാര്യമാണോ? അല്ല. ഓക്കെ, അപ്പം ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ A ആണ്, ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ദ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഹെൽപ്പിംഗ് ഫോർ ദ സിന്തസിസ് ഓഫ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ്. PCR എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ്, ഒരു മോളിക്കുലാർ ഫോട്ടോ കോപ്പിയിങ് ആണ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ച് ഒക്കേഴ്സ് ടു ദ 6th അമിനോ ആസിഡ് ഓഫ് ബീറ്റാ ഗ്ലോബിൻ ചെയിൻ ഓഫ് സിക്കിൾ സെൽ അനീമിയ പേഷ്യൻസ് അല്ലെ. സിക്കിൾ സെൽ അനീമിയ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കേട്ടിട്ടില്ലേ, അരിവാൾ ചുറ്റിക രോഗം എന്നൊക്കെ പറയും. എന്താണ്? ഒരു ജനറ്റിക്കലായിട്ടുള്ള ഒരു ഡിസോർഡറാണ്. അതായത് നമ്മുടെ ബ്ലഡിനെ അഫക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ബ്ലഡിലുള്ള നമ്മുടെ RBC അല്ലെ, ചുവന്ന രക്താണുക്കളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ജനിതക രോഗമാണിത്. അപ്പം ഈ ജനിതക രോഗമുള്ളവർ ജനിക്കുന്നവർ, ഈ ഒരു രോഗമായിട്ട് ജനിക്കുന്നവരിൽ അവരുടെ ഈ ഒരു RBC അല്ലെങ്കിൽ നമ്മുടെ ഈ ചുവന്ന രക്താണു എങ്ങനെയായിരിക്കും? ചുറ്റിക പോലെ അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വളഞ്ഞിരിക്കുമ്പോൾ യൂഷ്വലി എങ്ങനെയാണ് ഇരിക്കേണ്ടത്? ഇത് റൗണ്ട് ആയിട്ടാണ് ഇരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ റൗണ്ട് ആയിട്ടിരിക്കുന്ന RBCയുടെ അത്രയും എന്താണ്, ഈ ഓക്സിജൻ ആർക്ക് ക്യാരി ചെയ്യാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ഹീമോഗ്ലോബിനെ ആർക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല? നമ്മുടെ ഈ ഒരു ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറൽ ഡീഫോമിറ്റി സംഭവിച്ച RBCക്ക് പറ്റില്ല. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? ആളിന് വിളർച്ച ഉണ്ടാവും. കാര്യം ഹീമോഗ്ലോബിന്റെ അളവ് അവിടെ കുറവാണ്. അതാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. അനീമിയ എന്ന് പറയുന്നത് വിളർച്ചയാണ് അല്ലേ. അപ്പൊ ഇങ്ങനെ ഈ സിക്കിൾ സെൽ അനീമിയ ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? ഒരു ജനിതകപരമായിട്ടുള്ള ഒരു തകരാറാണ് അല്ലെ. അപ്പം അവിടെ എന്താണ് ഉണ്ടാകുന്നത്? അതായത് ഇതിന്റെ ഒരു ചെയിൻ, സിക്കിൾ സെൽ അനീമിക് പേഷ്യൻസിൽ ഒരു ബീറ്റാ ഗ്ലോബിൻ ചെയിൻ ഉണ്ട്. ഈ ചെയിനകത്തുള്ള 6ാമത്തെ അമിനോ ആസിഡിന് എന്തോ ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എന്ത് ചേഞ്ച് ആണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A വാലിൻ ടു ഗ്ലൂട്ടാമിക് ആസിഡ്, ഓപ്ഷൻ B ലൂസിൻ ടു വാലിൻ, ഓപ്ഷൻ C ഗ്ലൂട്ടാമിക് ആസിഡ് ടു വാലിൻ, ഓപ്ഷൻ D വാലിൻ ടു ലൂസിൻ. എന്തായിട്ടാണ് മാറുന്നത്? അതായത് 6th അമിനോ ആസിഡ് ഓഫ് ബീറ്റാ ഗ്ലോബിൻ ഓഫ് സിക്കിൾ സെൽ അനീമിക് പേഷ്യൻസിലുള്ള ബീറ്റാ ഗ്ലോബിൻ ചെയിനകത്തുള്ള 6ാമത്തെ അമിനോ ആസിഡ് എന്ന് പറയുന്ന ഏതാണ്? ഗ്ലൂട്ടാമിക് ആസിഡ് ആണ്. ഈ ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറയുന്ന എന്തായിട്ട് മാറും? വാലിനായിട്ട് മാറും. വാലിനായിട്ട് മാറുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ RBCക്ക് ഒരു സ്ട്രക്ചറൽ ഡീഫോമിറ്റി വരും. അപ്പം സ്ട്രക്ചറൽ ഡീഫോമിറ്റി വന്ന്, അല്ലെങ്കിൽ ആ കൃത്യമായിട്ട് റൗണ്ട് ഷേപ്പ് ഇല്ലാത്ത RBC വരുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും? ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയും അല്ലെ, അല്ലെങ്കിൽ ആ ഒരു ഹീമോഗ്ലോബിൻ ക്യാരിങ് കപ്പാസിറ്റി കുറവായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് അത് ഉണ്ടാവുന്ന ആൾക്ക് എന്ത് ചെയ്യും? ഈ പറഞ്ഞ അനീമിക് ആയിട്ട് കാണപ്പെടും. ഓക്കെ, ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ C ആണ്, ഗ്ലൂട്ടാമിക് ആസിഡ് ടു വാലിൻ ആണ് അല്ലെ. വാലിൻ ടു ഗ്ലൂട്ടാമിക് ആസിഡ് ആണോ? അല്ല, അതല്ല ശരിക്കും നടക്കുന്നത്. ഇതിന്റെ റിവേഴ്സലാണ് നടക്കുന്നത്. അപ്പൊ ആ ഒരു ഓപ്ഷൻ വരില്ല. ലൂസിൻ ടു വാലിൻ ആണോ? അല്ലെ, അതല്ല. കാര്യം അവിടെ പറഞ്ഞിരിക്കുന്ന അമിനോ ആസിഡ്സ് തന്നെ ഈ പറഞ്ഞ ബീറ്റാ ഗ്ലോബിൻ ചെയിനിൽ വരുന്നില്ല. അപ്പൊ അത് തെറ്റാണ്. വാലിൻ ടു ലൂസിൻ ആണോ? അതുമല്ല അല്ലെ, അത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവിടുത്തെ ആൻസർ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം എന്തായിട്ട് വരുന്നു? അത് വാലിനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അപ്പം സ്ട്രക്ചറൽ ഡീഫോമിറ്റി ഓഫ് RBC സംഭവിക്കുന്നത് വഴി സിക്കിൾ സെൽ അനീമിയ അസുഖം ഉണ്ടാവുന്നു. ഓക്കെ, ഇനി അടുത്തത്, which of the following set of enzymes present in gastric juice? ഗാസ്ട്രിക് ജ്യൂസിൽ പ്രസന്റ് ആയിട്ടുള്ള എൻസൈംസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെപ്സിൻ, റെനിൻ, അമൈലേസ്. അമൈലേസ്, പെപ്സിൻ, ലിപ്പേസ്. പെപ്സിൻ, റെനിൻ, ലിപ്പേസ്. ആൻഡ് ലിപ്പേസ്, റെനിൻ ആൻഡ് അമൈലേസ്. ഏതാണ് ഇതിനകത്ത് വരുന്നത്? ഇതിനകത്ത് വരുന്ന കറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെപ്സിനും റെനിനും ലിപ്പേസുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പെപ്സിൻ്റെ ഫംഗ്ഷൻ എന്താണ് പറയുന്നത്? പെപ്സിൻ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, പെപ്സിൻ പ്രോട്ടീൻ. അതായത് നമ്മുടെ ഗാസ്ട്രിക് ജ്യൂസിലുള്ള
പ്രോട്ടീനെ വിഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രോട്ടീനെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് എന്ത്, പെപ്സിൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത റെനിൻ എന്താണ്? റെനിൻ ഇവിടെ ശ്രദ്ധിക്കുക, റെനിൻ എന്ന് പറയുമ്പം നമുക്ക് 2 എണ്ണം ഉണ്ട്. റെനിൻ അതായത് RENIN ഉണ്ട്. അതെവിടെ? അത് കിഡ്നിയിൽ വരുന്നതാണ്. അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് RENNIN ആണ് കേട്ടോ. അപ്പോൾ ഈ RENNIN എന്ന് പറയുന്നത് ആക്ച്വലി ഇത് ഇൻഫൻസിൽ അല്ലെങ്കിൽ നമ്മുടെ പാല് കുടിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികളുടെ ബോഡിയിൽ ആക്റ്റീവായിട്ടുള്ള ഒരു എൻസൈമാണ്, അല്ലെങ്കിൽ അവരുടെ ഡൈജസ്റ്റീവ് ഒരു ഗ്യാസ്ട്രിക് ജ്യൂസിൽ വരുന്ന ഒരു എൻസൈമാണ് ഈ റെനിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് അവർ കൂടുതലായിട്ട് കുടിക്കുന്ന എന്താണ്? പാലാണ്. അപ്പം ഈ പാലിനെ പ്രോപ്പറായിട്ട് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈമാണ് റെനിൻ എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, RENNIN ആണ് കേട്ടോ, NNIN ആണ്. അപ്പം എന്താണ്? പാലിനെ ഡൈജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ പാലിനെ എങ്ങനെ ഡൈജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കറിയാം, പാലെന്ന് വെച്ചാൽ എന്താണ്? ഒരു ലിക്വിഡായിട്ടുള്ള അല്ലേ, പെട്ടെന്ന് ഈസിലി മൂവബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ റെനിൻ വന്നിട്ട് പാലിനെ എന്ത് ചെയ്യും? ഒന്ന് കേർഡിൽ ചെയ്യിക്കും, അതായത് അതിനൊന്ന് തൈര് ഫോമിലേക്ക് ആക്കും അല്ലെ, ഒന്നൊന്ന് തിക്കുണ്ടാക്കി ഒരു കേർഡിൽ ചെയ്യിക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ഡൈജഷൻ നടക്കാണ്ട് മൂവ് ഔട്ടായി പോകത്തില്ല. മാക്സിമം അതിൻ്റെ ന്യൂട്രീഷൻ അബ്സോർപ്ഷൻ പോസിബിൾ ആയിട്ട് കിട്ടും. ഓക്കെ, ആ രീതിയിൽ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? കേർഡിൽ ചെയ്യിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈം ഫൗണ്ട് ഇൻ ഇൻഫൻസ് ആണ് അല്ലേ, അതിനെയാണ് നമ്മൾ റെനിൻ എന്ന് പറയുന്നത്. അവരുടെ ഗ്യാസ്ട്രിക് ജ്യൂസിനാണ് കൂടുതലായിട്ടുള്ളത്, പിന്നീട് അത് കുറഞ്ഞു വരും. ഓക്കെ, ഇനി ലിപ്പേസ് എന്ന് പറയുമ്പോൾ എന്താണ്? ലിപ്പിഡ്സിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസ് അല്ലേ, അതാണ് ലിപ്പേസ് എന്ന് പറയുന്നത്. അതും എവിടെയുണ്ട്? ഗ്യാസ്ട്രിക് ജ്യൂസിൽ ഉണ്ട്. ഓക്കെ, അപ്പം പെപ്സിനും റെനിനും ലിപ്പേസും വരും. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പിനകത്ത് ഏതുണ്ട്? അമൈലേസ് വരുന്നുണ്ട് അല്ലേ. ഇത് കൂടാതെ വരുന്ന ഒരു അഡീഷണൽ എൻസൈം എന്ന് പറയുന്നത് അമൈലേസ് ആണ്. അമൈലേസ് എന്ന് പറയുന്നത് എന്താണ്? ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള എൻസൈം ആണോ? അല്ല, പിന്നെന്താണ്? അമൈലേസ് എന്ന് പറയുന്നത് നമ്മുടെ സലൈവ അല്ലേ, സലൈവയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഡൈജഷൻ നമ്മുടെ മൗത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ആക്ട് ചെയ്യുന്ന ഒരു എൻസൈമാണ് നമ്മുടെ ഈ ഒരു സലൈവറി അമൈലേസ് അല്ലെങ്കിൽ ടയാലിൻ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ അത് സലൈവയിൽ ഈ അമൈലേസ് ഉണ്ട്. പാങ്ക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അമൈലേസ് ഉണ്ട്, പാങ്ക്രിയാറ്റിക് അമൈലേസ് എന്ന് പറയും. ഓക്കെ, അപ്പം ഇത് പ്രൊഡ്യൂസ്ഡ് ബൈ എന്താണ്? സലൈവയിലും ഉണ്ട്, അതുപോലെ തന്നെ പാങ്ക്രിയാസിലും ഉള്ള ഒരു അമൈലേസ് ആണ് അല്ലെങ്കിൽ ഒരു എൻസൈമാണ് ഈ ഒരു അമൈലേസ് എന്ന് പറയുന്ന എൻസൈം. ഇത് പ്രധാനമായിട്ടും നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ, കാര്യം നമ്മൾ മൗത്തിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ഡൈജഷൻ ഏതാണ്? കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു കാർബോഹൈഡ്രേറ്റ് ഡൈജഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ് അമൈലേസ്. ഇത് ഏതിലില്ല? നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസിലില്ല. അപ്പം ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള സെറ്റ് ഓഫ് എൻസൈംസ് എന്ന് വെച്ചാൽ പെപ്സിൻ, റെനിൻ ആൻഡ് ലിപ്പേസ് ആണ്. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കുക. പെപ്സിൻ എന്തിനാണ്? പ്രോട്ടീൻ ഡൈജഷന്. റെനിൻ എന്ന് പറയുമ്പോഴത്തേക്ക് മിൽക്കിന്റെ ഡൈജഷൻ ഇൻഫൻസ് ആണ്. പിന്നെ ലിപ്പേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ലിപ്പിഡ്സിന്റെ ഡൈജഷൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വൈറ്റമിൻ ദാറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഓഫ് അനിമൽ ഒറിജിൻ അല്ലേ, അതായത് അനിമൽ ഒറിജിനിൽ നിന്ന് മാത്രം വരുന്ന എക്സ്ക്ലൂസീവായിട്ട് വരുന്ന വൈറ്റമിൻ ഏതാണെന്നാണ് പറയുന്നത് അല്ലേ. അപ്പം അനിമൽ ഒറിജിനിൽ നിന്ന് മാത്രം കിട്ടും, നമുക്ക് പ്ലാന്റ് സോഴ്സിൽ നിന്ന് കിട്ടാത്തത് അതേതാണ്? വൈറ്റമിൻ B12 ഉണ്ട്, വൈറ്റമിൻ B1, B6, B2 അല്ലേ. ഇവിടുത്തെ ആൻസർ വന്നിട്ട് വൈറ്റമിൻ B12 ആണ്. അതായത് വൈറ്റമിൻ B12 എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ ബി കോംപ്ലക്സ് വൈറ്റമിനകത്ത് വരുന്നതാണ്. B12 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? വാട്ടർ സോലുബിൾ വൈറ്റമിനകത്ത് വരുന്നതാണ്. സയനോകൊബാലമീൻ എന്ന് പറയും അല്ലേ, സയനോകൊബാലമീൻ എന്ന് പറയുന്നതാണ് വൈറ്റമിൻ B12. ഇത് എവിടെ ഉള്ളൂ? എക്സ്ക്ലൂസീവ്ലി ഫൗണ്ട് ഇൻ അനിമൽ ഒറിജിൻ ഫുഡിൽ, അതായത് അനിമൽ ഒറിജിനലായിട്ടുള്ള ഫുഡിലേക്ക് മീറ്റിൽ അല്ലേ, മീറ്റിലുണ്ട്, അതുപോലെ തന്നെ എന്താണ്? ഫിഷിലുണ്ട്, മീറ്റ്, ഫിഷ്, പിന്നെ എഗ് ഉണ്ട്, അതുപോലെ തന്നെ ഡയറി പ്രോഡക്ട്സ്, മിൽക്കും പിന്നെ അതുപോലെ തന്നെ ഡയറി പ്രോഡക്ട്സിലൊക്കെ വരുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ്? അനിമൽ ഒറിജിനാണ്. അപ്പോൾ ഇതിനകത്താണ് പ്രധാനമായിട്ട് നമ്മുടെ B12 അല്ലെങ്കിൽ സയനോകൊബാലമീൻ എന്ന് പറയുന്ന ബി കോംപ്ലക്സ് വൈറ്റമിനകത്ത് വരുന്ന വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ഈ ഒരു വൈറ്റമിൻ കാണപ്പെടുന്നത്. ഇനി B1, B6, B2 ഒക്കെ എന്താണ്? ഇതെല്ലാം നമ്മുടെ പ്ലാന്റ് സോഴ്സിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയട്ടെ, B12 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ RBCയുടെ ഫോർമേഷന്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയും എന്താണ് കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെർനീഷ്യസ് അനീമിയ പോലത്തെ അനീമിയ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ RBCയുടെ ഫോർമേഷന്, പിന്നെ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള നെർവിൻ്റെ ഫംഗ്ഷന്, DNA സിന്തസിസിന്, ഇതിനൊക്കെ ഈ ഒരു B12 ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പം വൈറ്റമിൻ ദാറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഓഫ് അനിമൽ ഒറിജിൻ ഏതാണ്? വൈറ്റമിൻ B12 ആണ്. ഓക്കെ, സയനോകൊബാലമീൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് അനിമൽസ് ലാക്ക് റേഡിയൽ സിമ്മട്രി, അതായത് റേഡിയൽ സിമ്മട്രി ലാക്ക് ചെയ്യുന്ന അനിമൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഫൈസാലിയ, ആസ്റ്റീരിയാസ്, ക്യുക്കുമാരി, ലിമുലസ്. ഓക്കെ, ഈ ഫൈസാലിയ എന്ന് പറയുന്ന ഒരു നിഡേറിയൻ ആണ്. നിഡേറിയൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ കോറൽസ് ഒക്കെ വരത്തില്ല. അപ്പം നമ്മുടെ ഇത് ഈ അനിമൽസിനകത്ത് അനിമേലിയയുടെ ആ ഒരു കിങ്ഡത്തിനകത്ത് വരുന്ന പല 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 ഫൈലംസ് ഉണ്ട്. അതിൽ വരുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഫൈസാലിയ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് പറയുമ്പോൾ ഈ ഫൈസാലിയ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇത് കോറൽസ് പോലത്തേക്ക് വരുന്നതാണ്. ആസ്റ്റീരിയാസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അത് റേഡിയൽ സിമെട്രി കാണിക്കുന്നത്. റേഡിയൽ സിമെട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഒരു റേഡിയസ് വെച്ചിട്ട് അല്ലെ, ഇപ്പോൾ നമ്മളൊരു സർക്കിൾ വെച്ചിട്ട് നമ്മൾ അതിനകത്ത് നിന്ന് സെഗ്മെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പിസ്സ കട്ട് ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ് കിട്ടുന്ന എല്ലാ സെഗ്മെൻറ്റ്സും ഒരുപോലെ സിമെട്രിക്കലായിരിക്കും, സെയിം ആയിരിക്കും അല്ലേ, അതൊരു റേഡിയൽ സിമെട്രി കാണിക്കുന്നതാണ്. അങ്ങനെ ഒരു സർക്കുലാർ ലെവലിൽ അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഓഫ് ആക്സിസിലേക്ക് സിമെട്രിക്കലായിട്ട് കാണിക്കപ്പെടുന്ന ഓർഗാനിസത്തിനെയാണ് ഈ റേഡിയൽ സിമെട്രി കാണിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫൈസാലിയ എന്ന് പറയുന്നത് എന്താണ്, റേഡിയൽ സിമെട്രി കാണിക്കുന്നതാണ്. ആസ്റ്റീരിയാസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്റ്റാർ ഫിഷിൻ്റെ ഒക്കെ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ഈ ഒരു ആസ്റ്റീരിയാസ് എന്ന് പറയുന്നത്. അറിയാമല്ലോ, സ്റ്റാർ ഫിഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ദാണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഓരോ സെഗ്മെന്റ് എന്താണ്, സിമെട്രിക്കലാണ്. ഇനി കുക്കുമാരി എന്ന് പറയുന്നത് എന്താണ്, ഈ കുക്കുമാരി എന്ന് പറയുന്നതും അതിനകത്ത് റേഡിയൽ സിമെട്രി കാണിക്കുന്ന ഒരു ആനിമലാണ്. ഇനി ലിമുലസ് എന്ന് പറയുന്നത് എന്താണ്, ലിമുലസ് എന്ന് പറയുന്നത് ഇതൊരു ഹോഴ്സ് ഷൂ ക്രാബാണ് കേട്ടോ, ഒരു ഹോഴ്സ് ഷൂ ക്രാബാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് എക്സാമ്പിളായിട്ട് വരുന്നതാണ് ഈ ഹോഴ്സ് ഷൂ ക്രാബ് എന്ന് പറയുന്നത്. ഇത് കാണിക്കുന്നത് റേഡിയൽ സിമെട്രി അല്ല, പിന്നെ എങ്ങനെയാണ്, ബൈലാറ്ററൽ സിമെട്രിയാണ്. അതായത് ഇതിനെ 2 ഹാഫ് ആക്കി കഴിഞ്ഞാൽ 2 ഹാഫും സിമെട്രിക്കലായിട്ടിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലീഫ് എടുത്തിട്ട് 2 ഹാഫ് ആക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, 2 സിമെട്രിക്കലായിട്ടിരിക്കില്ലേ എന്ന് പറയുന്നതൊക്കെ. അങ്ങനെ ബൈലാറ്ററൽ സിമെട്രി, ഇപ്പം നമ്മുടെ ഹ്യൂമൻ ബോഡി തന്നെ, ഓർഗൻസ് അല്ല, ഇന്റേണൽ ഓർഗൻസ് അല്ലാണ്ട് പുറമേ ഉള്ള ഒരു എക്സ്റ്റേണൽ ബോഡീനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നടുക്കൂടെ 2 കഷ്ണമായി കഴിഞ്ഞാൽ 2ഉം സിമെട്രിക്കലായിട്ടിരിക്കും. ഓക്കെ, അത് ബൈലാറ്ററൽ സിമെട്രിയാണ് കാണിക്കുന്നത്. നേരെ മറിച്ച് റേഡിയൽ സിമെട്രി എന്ന് പറയുമ്പോൾ ഒരു ആക്സിസ് ടു ദ സെന്ററിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരേപോലെ സിമെട്രിക്കലായിട്ട് കാണിക്കുന്നതാണ് റേഡിയൽ സിമെട്രി എന്ന് പറയുന്നത്. അപ്പം ഫൈസാലിയയും ആസ്റ്റീരിയാസും കുക്കുമാരിയും എന്താണ്, അത് റേഡിയൽ സിമെട്രി കാണിക്കുന്നതാണ്. ലിമുലസ് എന്ന് പറയുന്നത് എന്താണ്, അത് റേഡിയൽ സിമെട്രി അല്ല, പകരം ബൈലാറ്ററൽ സിമെട്രിയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമുക്ക് ഈ ഒരു എന്താണ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇത് സുവോളജിയുടെ മാത്രമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ അതും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയും വരുന്ന ക്ലാസ്സുകളിലും നമ്മൾ ഇതുപോലെ കൂടുതൽ സുവോളജിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.